ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷി ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ദേവി സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ദേവിയോട് ചെന്ന് ആശ്വാസ വാക്കുകളൊക്കെ പറയാണ്. അപ്പോൾ ദേവി പറയാണ്, മീനാക്ഷി ജോലിക്ക് സമാധാനത്തോടെ പോയിട്ട് വാ, നീ വിചാരിക്കും പോലെ ഞാൻ ആത്മഹത്യയൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അതിന് എന്തായാലും നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാമോ? പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ പേടിക്കണ്ട. അങ്ങനെ യാത്ര പറഞ്ഞ് മീനാക്ഷി പുറത്തേക്ക് ഇറങ്ങാട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ അനുമോള് മുറ്റത്തേക്ക് വന്നിരുന്ന് ഭയങ്കരമായിട്ട് കരയാനാട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വരുന്നത് നമ്മുടെ മീനാക്ഷിക്ക് ആകെ സങ്കടമാവണുണ്ട്. അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നത്, എന്തിനാ മോളെ ഇവിടെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അനുമോള് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തി ഞാൻ എന്തായാലും തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക. അതാകുമ്പോഴത്തേനും എനിക്ക് ഇവിടുത്തെ എന്നിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കണം. ആരും എന്നോട് മിണ്ടുന്നില്ല. ഏട്ടത്തിയും പിന്നെ ദേവി ഏട്ടത്തിയും മാത്രമാണ് എന്നോട് സംസാരിക്കുന്നത്. ബാക്കി എല്ലാവരും എന്നെ വെറുപ്പോട് കൂടിയാണ് നോക്കുന്നത്. എനിക്ക് പറ്റണില്ല ഇവിടെ നിൽക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്റ്റലിലോട്ട് പൊക്കോട്ടെ ചേച്ചി. പൊക്കോ, മോക്കതാണ് സമാധാനമെങ്കിൽ നീ പൊക്കോ, കുഴപ്പമില്ല. പക്ഷേ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ എനിക്കിനി അച്ഛനോട് ചോദിക്കാൻ പറ്റില്ല. അതാ ഒരു വിഷമം. ഏട്ടത്തി എന്നെ കുറച്ച് ദിവസത്തേക്ക് സഹായിക്കാമോ? ഞാൻ എവിടെയെങ്കിലും ഒരു പാർട്ട് ടൈം ജോലി എങ്ങനെ ശരിയാക്കിയിട്ട് അതൊക്കെ ഞാൻ തിരിച്ച് തന്നോളാം ഏട്ടത്തിന്ന് പറയാം കേട്ടോ. എടി പൊട്ടിപ്പെണ്ണേ, നീ എന്തായി പറയണേ? പാർട്ട് ടൈം ജോലിയോ? അതൊന്നുമല്ല ഇപ്പോൾ വേണ്ടത്. നിനക്ക് ഹോസ്റ്റലിലേക്ക് പോകണമെങ്കിൽ നീ പൊക്കോ, പഠിക്കാൻ തുടങ്ങിക്കോ. എന്നിട്ട് ഫീസും കാര്യങ്ങളും ഒന്നും നീ പേടിക്കണ്ട. അതെല്ലാം കൃത്യമായിട്ട് ഞാൻ തന്നെ അടച്ചോളാം. നീ വിഷമിക്കണ്ട കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഹോസ്റ്റലിൽ ചെന്നിരുന്നാൽ നിനക്ക് സമാധാനം കിട്ടുന്ന ഉറപ്പാണോ അനുമോളെ? ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. ഒന്നുമില്ലെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും നിന്നെ സമാധാനപ്പെടുത്താനുണ്ടാവും. അവിടെ അതാണോ? നീ ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുക. ഇത് തന്നെയല്ലേ അവിടെ പോയാലും ആലോചിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിനക്ക് സമാധാനം കിട്ടുമെന്ന് ഉറപ്പാണോ? എന്നാൽ മാത്രം നീ പോയാൽ മതി. ഇല്ല എടുത്തി, എനിക്ക് അവിടേക്ക് പോയാലും സമാധാനമൊന്നും കിട്ടത്തില്ല. എന്നാലും കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത്. നീ ഒരു കാര്യം ചെയ്യ്, ഏട്ടത്തി പറയും പോലെ ചെയ്യ്. നീ പഠിത്തം തുടങ്ങണം, മുടക്കരുത്. ഇപ്പോൾ നീ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് വീട്ടിൽ ഇവിടെ ഇരുന്നാലും നിനക്ക് പഠിക്കാമല്ലോ. ഇനി ഹോസ്റ്റലിൽ പോയി നിൽക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് മോളെ, പെൺകുട്ടികൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് സ്വന്തം നിലനിൽപ്പാണ് വേണ്ടത്. അത് അല്ലാതെ മറ്റൊന്നിലും എടുത്ത് ചാടുകയല്ല വേണ്ടത്. വാശി വേണം, വാശി. നമ്മൾ നല്ല ഉന്നതിയിലെത്തുമെന്നും നല്ല കാശുണ്ടാക്കി നല്ല അന്തസ്സായിട്ട് ജീവിക്കുമെന്നും നല്ല ജോലി വാങ്ങുമെന്നുള്ള ആ വാശിയോട് കൂടി നീ പഠിക്കാൻ ശ്രമിക്കുക. ഒക്കെ ശരിയാവും. പിന്നെ ഇപ്പോൾ ഉള്ള ഇതെല്ലാം മാറും. നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുമ്പോളെ ഇതെല്ലാം ഫേസ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നും പറഞ്ഞ് നമ്മൾ തളർന്നിരിക്കുകയാണോ വേണ്ടത്? അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോളും. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം. പറഞ്ഞേട്ടാ. അതുകൊണ്ട് എടുത്തി ജോലിക്ക് പോവാണ്. നീ വേറെ ഒന്നും വിഷമിക്കണ്ട. പിന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അപ്പം തന്നെ ഫോൺ എടുക്കുക, എന്നെ ഒന്ന് വിളിക്കുക. വരുമ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം കേട്ടോ. ഒന്നും വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ അനുമോൾക്കും കൂടി സമാധാനമൊക്കെ കൊടുത്തിട്ടാണ് മീനാക്ഷി പോകുന്നത്. അങ്ങനെ അനുമോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അടുത്ത ആൾ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആകാശിനെ കാണുമ്പോൾ ഏട്ടാന്ന് ചെന്ന് വിളിക്കണമെങ്കിലും ആകാശ് മുഖത്ത് പോലും നോക്കണില്ല കേട്ടോ. ഭയങ്കര ദേഷ്യത്തോടെ ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോവാം. അതും കൂടെ കാണുമ്പോൾ അനുമോൾ ആകെ തകർന്നു പോയി. അത് കഴിഞ്ഞ് അടുത്ത ആൾ ജോലിക്ക് പോകാൻ ഇറങ്ങാം കേട്ടോ, നമ്മുടെ ആനന്ദ്. അപ്പോൾ പെട്ടെന്ന് ചോറും ഒക്കെ എടുത്തുകൊണ്ട് വരുവാണ് ഗോമതി. കൊണ്ട് കൈ കൊടുക്കാണ് കേട്ടോ. അമ്മേ അതിങ്ങ് തന്നേരെ. എന്താ വിളിച്ചത്? നീ അമ്മേന്നോ? ഇന്നലെ ഇങ്ങനെയല്ലല്ലോ നീ വിളിച്ചത്. ഇത്രയും കാലം നീ അമ്മയെന്നല്ലാതെ എന്നെ വേറെ ഒന്നും വിളിച്ചിട്ടില്ല. എന്നിട്ടും ഇന്നലെ നീ എന്താ വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ടോ? അമ്മേ, അത് ഇന്നലത്തെ മാനസികാവസ്ഥയിൽ. എന്ത് മാനസികാവസ്ഥയടാ? നിൻ്റെ മാനസികാവസ്ഥ മാത്രമാണോ നീ വിചാരിച്ച് വച്ചിരിക്കുന്നത്? ഇവിടെ ആ ദേവി, അവളോട് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അല്ല അമ്മേ, അത് എന്തമ്മേന്ന്? നീ ഒരു അച്ഛനാണ്, അതിൻ്റെ വിഷമം നിനക്കുണ്ട്. നീ ഒരു അച്ഛനാണെങ്കിൽ അവളെ ഒരു അമ്മയാ, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയാ. അവളോട് ഇത്തിരി സ്നേഹത്തോടെയും പരിഗണനയോടെയും ഒക്കെ പെരുമാറേണ്ടതിന് പകരം അവളെന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ ആണല്ലോ നീ അവളോട് സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഉടനെ ഞാനെന്ത് പറയാം? എല്ലാവരും ഇപ്പോൾ എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? പിന്നല്ലാണ്ട് നീയല്ലേ ഈ കാട്ടിക്കൂട്ടുന്നത്? എടാ, ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് താങ്ങും തണലും തുണയും കൊടുക്കുന്നത് പോലെ ആവില്ല മറ്റാര് കൊടുത്താലും. കൊടുക്കേണ്ട നീ ഇങ്ങനെയൊക്കെ അവളോട് കാണിച്ചാൽ അവൾ ആകെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ ഒന്നാതെ അവളുടെ അച്ഛനോ അമ്മയോ ആരും കൂടെയില്ല. അത് നീ ചിന്തിക്കണം. അപ്പോൾ ആനന്ദ് മനസ്സിൽ വിചാരിക്കും, എല്ലാവർക്കും അവളോട് എന്താ ഇത്ര കരുണയും സ്നേഹം. അവളുടെ തനി നിറം അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം സ്വഭാവം ഇവരുടെയൊക്കെ രീതി അങ്ങ് മാറിക്കോളും. ഇവിടെ നിന്നാ ഞാൻ എല്ലാം അങ്ങ് വിളിച്ച് പറഞ്ഞു പോവും, ശരിയാകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് അങ്ങോട്ട് പോവാനായിട്ട് പോവാം. അപ്പോൾ ആനന്ദിനോട് അവസാനമായിട്ട് ഗോമതി പറയാം, അവസാനമായിട്ട് നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഇനി എപ്പോഴെങ്കിലും അവളോട് ദേഷ്യപ്പെടുകയോ വഴക്കൂടുകയോ ചെയ്യുന്ന ഞാൻ കണ്ട ആനന്ദേ, അപ്പം തന്നെ ഞാൻ പറയുന്നില്ല, അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നും പറഞ്ഞ് വരട്ടി വിടുവാട്ടോ. അങ്ങനെ ആനന്ദിന് ദേഷ്യം വന്ന് ആനന്ദും ഇറങ്ങി പോവാണ്.
സുകന്യ നേരെ രാജശ്രീയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. ഇവിടുത്തെ നുണയും കൊതിയും ഒക്കെ പറയാൻ വേണ്ടിയിട്ടോ അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ അന്ന് എന്താടി ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് എന്ന് അങ്ങോട്ട് രാജശ്രീ ചോദിക്കുക. അപ്പോഴാണ് നമ്മുടെ സുകന്യ നടന്ന കാര്യങ്ങൾ അങ്ങ് ഒരു വള്ളിപ്പുള്ളി തെറ്റാതെ അങ്ങ് പറയുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആലോക് അവിടെ വരേണ്ടിയില്ലായിരുന്നു. വന്നതുകൊണ്ടാണല്ലോ അവൻ്റെ തലയ്ക്കടി കിട്ടിയതെന്നൊക്കെ പറയുമ്പോൾ അത് ശരി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലേ, എന്നാൽ പിന്നെ ഞാനത് ചോദിച്ചിടാൻ ബാക്കി കാര്യം. എൻ്റെ മോൻ്റെ തലയ്ക്കടിക്കാൻ ആ മീനാക്ഷി ആരാടി? അയ്യോയ്യോ, ഇപ്പോഴൊന്നും ഓടിച്ചെന്ന് ചോദിച്ചേക്കില്ലേ, അവിടെ അവരെല്ലാവരും തകർന്ന് തരിപ്പണായിട്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് ചെന്നാൽ ചേച്ചി അവർ വച്ചേക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഇന്ദിരാമ്മ അതിലെ കൂടെ വരുവാണ് കേട്ടോ. അവർ നോക്കുമ്പോൾ ഇവിടെ എന്തോ രണ്ടുപേരോട് കുശാന്ന് സംസാരിക്കുന്നത് എന്താണെന്നറിയാൻ വേണ്ടി വാതിലിൻ്റെ അവിടെ ചെന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവർ പറയണത് എല്ലാവരും കേൾക്കാണ് കേട്ടോ. ഇവരത് കാണുന്നില്ല. അപ്പോൾ സുകന്യ പറയാം, ദേ ഒരു കാര്യം പറയാം, ശരിക്കും പറഞ്ഞാൽ അവന് നമ്മുടെ അനിമോൾ ഇങ്ങോട്ട് തന്നെ കയറി വരേണ്ട പെണ്ണല്ലേ, അതുകൊണ്ട് ഞാൻ അവനോട് സഹായം ചെയ്തു കൊടുത്തു. എന്ത് സഹായം? അവനെ അനിമോളുടെ മുറിയിലേക്ക് കയറ്റിവിട്ടത് ആരാന്നറിയോ? ഞാനാണ്. നീയായിരുന്നോടി? അതെ, അവനെ ഞാൻ അതിനകത്ത് കയറ്റിവിട്ടത്. പിന്നെ അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടന്നത്? അപ്പോൾ അതിനുശേഷം നടന്ന എല്ലാ സംഭവങ്ങളും സുകന്യ വ്യക്തമായിട്ട് വിശദീകരിച്ച് കൊടുക്കുക കേട്ടോ. അതെല്ലാം കേട്ടുവിടുന്ന അമ്മ ആകെ തകർന്നു പോയി കേട്ടോ. അപ്പോൾ അവരെ വിചാരിക്കാനുണ്ട്, എടി ഭയങ്കരി സുകന്യെ, നീയാണല്ലേ എഴുത്തിയിൽ എണ്ണ ഒഴിപ്പിച്ച് ഇത്രത്തോളം ആ കുടുംബത്തിനെയും കൂടെ ഇല്ലാതാക്കുന്നത്. നീ ആള് കൊള്ളാലോടി ഭയങ്കരി, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. അത് ശരി, അപ്പോൾ അലോകിനെ വരെ അതിനകത്ത് കയറ്റിവിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടാക്കി വെച്ച് നീ ഒറ്റ ഒരുത്തിയല്ലേ? ഇത് അറിയിക്കേണ്ടവർ അറിയിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് അമ്മ തീരുമാനിക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് രാമേട്ടനാണെങ്കിൽ ബാലനെ വിളിക്കുന്നുണ്ട്. കാരണം ബാലൻ അനുമോളുടെ കാര്യം കാരണം മനസ്സ് തകർന്ന് കടയിലേക്ക് പോകണില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മറുപടി പറയും, നാണക്കേടല്ലേ എന്ന് വെച്ചിട്ട് പോകുന്നില്ല കേട്ടോ. രാമേട്ടൻ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ബാലന് ദേഷ്യം പറഞ്ഞുണ്ട്. ബാലൻ പറയാണ്, രാമേട്ടൻ ഞാൻ ഉച്ച ദിവസത്തേക്ക് അങ്ങോട്ടില്ല, ഞാൻ എന്തായാലും ഇവിടെ തിരിക്കുക, എന്നാൽ പിന്നെ ഗോമതിയുടെ ഫോൺ കൊടുക്കുക, ഞാനൊന്ന് ചോദിക്കട്ടെ. അങ്ങനെ ഗോമതിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. ഗോമതി അത് വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട്, രാമേട്ട കുറച്ച് ദിവസത്തേക്ക് ബാലേട്ടൻ അങ്ങോട്ടില്ല, പിന്നെ അവിടെ നോക്കാനൊക്കെ ആകാശമുണ്ടല്ലോ, പിന്നെ അതുപോലെ ധർമ്മനും ഉണ്ട്. അത് ശരി, അപ്പം മോനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ വീട്ടിലിരിക്കുന്ന രണ്ടുപേരും കൂടെ? ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ വഴിയെ നടന്നോളും. നിങ്ങൾ ഇന്ന് വീട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് ഈ ബാലനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്, അല്ല ഞാനത് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ഗോമതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാലൻ പോകുന്നില്ല എന്ന് വെച്ചാൽ പോകുന്നില്ല തന്നെ. ബാലനോട് എന്നിട്ടും പോയി പറയുന്നുണ്ട്, കടയിലാണെങ്കിൽ രാമേട്ടൻ ഒറ്റയ്ക്കല്ലേ, ബാലേട്ടന് പൊക്കൂടെ? അല്ല, അത് ഞാൻ പോയാൽ ശരിയാവില്ല. അനുമോളെ സ്വന്തം മോളെ വളർത്താൻ കഴിയാത്തവനാണോ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ചെല്ലുന്നതെന്ന് വല്ലവരും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തല കുനിഞ്ഞു പോകും ഗോമതി, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ധർമ്മൻ അന്ന് രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് വരുവാണ്. വരുന്ന സമയത്ത് നമ്മുടെ ഇന്ദിരാമ്മ അവിടെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് കാര്യം? അല്ല അതെ അമ്മ, എനിക്ക് അമ്മയെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ അമ്മ എന്തിനാ ഈ രാത്രി എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നേ? അല്ലടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ അത് വ്യക്തമായിട്ട് കേൾക്കണം, അതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ? വേണ്ട, ഞാനിവിടെ നിന്ന് സംസാരിച്ചോളാം, നീ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി എന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അമ്മ പറയാം, എടാ ആ ദേവമംഗലത്തിൽ ഇപ്പം നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം നിനക്ക് അറിയാമെന്നുള്ളതല്ലേ, പിന്നെ അല്ലാണ്ട് പിന്നെ എല്ലാവരും അനുമോളെ കുറ്റപ്പെടുത്തുമല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ നീയും ഉണ്ടോ? അമ്മേ, അവളുടെ കാര്യമൊന്നും അമ്മ എന്നോട് പറയല്ലേ, അവളെ വഹിക്കുള്ളത് വളർന്നു വന്നിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളാണ് അവളിവിടെ ചെയ്തത്. നീ പക്ഷേ അനുമോളെ കുറ്റപ്പെടുത്തരുത്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അമ്മ പറയുന്നത്? എടാ, അവളുടെ മുറിയിലേക്ക് ആ ലോക കയറി വന്നു എന്നുള്ള കാരണത്താലാണല്ലോ അവളെ ഇപ്പോൾ എല്ലാവരും കൂടി ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കിയതും അനുമോളെ വിളിച്ചു വരുത്തിയതും. പക്ഷേ അത് അങ്ങനെയല്ല. അവളെ മുറിയിലേക്ക് അവൻ കയറി ചെല്ലണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ഡോറ് തുറന്നു കൊടുക്കാതെ അവൻ കയറുമോ? അപ്പോൾ അവളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ആ കുടുംബത്തിൽ തന്നെ ഉണ്ടാവില്ലേ? അത് നീ ചിന്തിച്ചോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? കുറച്ചെങ്കിലും ബുദ്ധി വേണോടാ ചിന്തിക്കാനൊക്കെ. അല്ല അമ്മേ, അങ്ങനെ പറഞ്ഞാൽ അതെ, ആരായിരിക്കും? ഞാൻ ഇനി വിശദീകരിച്ച് നിന്നോട് പറയേണ്ടതുണ്ടോ? നീ തന്നെ ചിന്തിച്ച് നോക്ക്, ആരായിരിക്കുമെന്ന്. ആ കുടുംബവും കൃഷ്ണമംഗലമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ആയിരിക്കും. ആ ലോകിനെ കടത്തിവിടാൻ പാകത്തിലുള്ള ആരായിരിക്കും? സുകന്യാണോ അമ്മ പറയുന്നത്? സുകന്യാണോ എന്ന് നീ എടുത്ത് ചോദിക്കണം എന്തിനാ? നിനക്ക് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. എന്നാലും അവളിങ്ങനെ ചെയ്യോ? അവൾ തന്നെയാണ് അത് ചെയ്തത്. അവളെ നാക്ക് കൊണ്ട് ഇവിടെ രാജസ്വരോട് പറയണത് ഞാൻ കണ്ട് ചെവി കൊണ്ട് കേട്ടതാ. അത് ശരി, അപ്പോൾ അവൾ അത്തരക്കാരിയാണല്ലേ? അവളാണ് ഈ കുടുംബം ഇത്രത്തോളം ആക്കിയത്. ഞാൻ ചോദിക്കുന്നുണ്ടമ്മേ, നീ ചോദിക്കണം. അവളോട് ചോദിച്ചമ്മ ഇനിയെങ്കിലും നിലയ്ക്ക് നിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കണം എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാട്ടോ ധർമ്മനോട്. ഇതൊക്കെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്